കണ്ണ് കാണത്തില്ല, പക്ഷേ വ്യക്തിമാരുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. കണ്ണ് കാണത്തില്ല. പിന്നെ അവൻ നിലവിളിച്ചപ്പോൾ അവനോട് പറഞ്ഞു മിണ്ടരുതെന്ന് പറഞ്ഞു പലരും പറഞ്ഞു. അപ്പോൾ ഒതുക്കുന്ന ചില മേഖലകൾ, അപ്പോൾ വിഷയം പിടികിട്ടിയോ? ഒതുക്കുന്ന ചില മേഖലകളുണ്ട്. പക്ഷെ ഒതുക്കുന്ന മേഖലകൾ നോക്കേണ്ടത് സ്വാതന്ത്ര്യത്തിൻ്റെ മേഖല നോക്കണം. പലരും ഒതുക്കും, പലരും മിണ്ടാതിരിക്കാൻ കൽപ്പിക്കും, പലതിനെ ശാസിക്കും. പക്ഷെ ആ മേഖല നോക്കരുത്. ഒതുക്കുന്ന മേഖല നോക്കിയില്ല. അവനെന്ത് ചെയ്തു? ഉറക്കെ നിലവിളിച്ചു. എന്താണ്? അവൻ മനുഷ്യ ശബ്ദം കേൾക്കാനല്ല ആഗ്രഹിച്ചത്, യേശു തന്നെക്കുറിച്ച് എന്താ പറയുന്നത്. അപ്പൊ ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കണം എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. വ്യക്തിമായി മനുഷ്യന്റെ വാക്കുകളല്ല, മനുഷ്യന്റെ ശബ്ദത്തിനല്ല ചെവി കൊടുത്തിരിക്കുന്നത്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി അതേ ചെവി കൊടുത്തിരിക്കുന്നത്. മനുഷ്യന്റെ ശബ്ദത്തിന് വേണ്ടി നിങ്ങൾ ചെവി കൊടുക്കരുതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത്. മനുഷ്യന്റെ ശബ്ദത്തിന് ചെവി കൊടുത്തിട്ടുണ്ടെങ്കിൽ പരാജയപ്പെട്ടു പോകും. എന്നാൽ ശബ്ദത്തിന് വേണ്ടി ചെവി കൊടുത്തിട്ടുണ്ടെങ്കിൽ വിജയത്തിന്റെ ചവിട്ടുപടിയാക്കാൻ പോവുക. എന്നാൽ വ്യക്തിമായേ എല്ലാം പറഞ്ഞു മിണ്ടാതിരിക്കാൻ കൽപ്പിച്ചപ്പോൾ വ്യക്തിമായി എന്ത് ചെയ്തു? ആരുടെയും ചെവി കൊടുത്തില്ല. യേശുവിന്റെ ശബ്ദത്തിന് വേണ്ടി അവന്റെ കാതുകളെ തുറക്കാൻ തുടങ്ങി. ആമ ഈ പ്രാർത്ഥനയെ വിളിച്ചു പറയട്ടെ, ദൈവശബ്ദത്തിന് വേണ്ടി ചെവി കൊടുക്കുന്നെങ്കിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോവുക, ചില അതിശയങ്ങൾ നടക്കാൻ പോവുക. ഇതുവരെയും കാണാത്തത്, ഇതുവരെയും കേൾക്കാത്തത് ഒരു വലിയ ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. വ്യക്തിമായി കേട്ടു. എന്താ കേട്ടത്? അവനെ ആ വാക്യം വെച്ചോടെ മിണ്ടാതിരിപ്പം പലരും അവനെ ശാസിച്ചു. ദാവീദ് പുത്ര എന്നോട് അവൻ എന്തിനു വേണ്ടിയാണ് കരയുന്നത്? കരുണ തോന്നണമേ, എന്റെ അവസ്ഥ നീ ഒന്ന് കാണണമേ, നീ എന്റെ പ്രശ്നങ്ങളൊന്ന് കാണണമേ, നീ എന്റെ പ്രതിസന്ധി ഒന്ന് കാണണമേ എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ നിലവിളിച്ചില്ലേ? കഴിഞ്ഞ ദിവസങ്ങൾ ദൈവസന്നിധി മുട്ടുമടക്കിയില്ലേ? ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ എല്ലാവർക്കും വെറുക്കപ്പെട്ട ഒരു സംഭവം, എന്നെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതിന് മറുപടി കൊണ്ട് കർത്താവെന്ന് വന്നിരിക്കുന്നു. ദൈവസന്നിധി മുട്ടുമടക്കി വായി വിട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മറുപടി ഇന്ന് പകലിൽ സ്വർഗം കൈമാറാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്നവരാമേ പറഞ്ഞോട്ടെ. ഉറക്കെ നിലവിളിച്ചു. വാക്യം വെച്ചോട്ടെ. ഏറ്റവും അധികം നിലവിളിച്ചു. യേശു നിന്നു. അതിനർത്ഥം എന്താ? നിങ്ങളുടെ നിലവിളിക്ക് യേശു നിന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിലവിളിച്ചില്ലേ? നിങ്ങൾ നിലവിളിച്ചെന്ന് എനിക്കറിയത്തില്ല. വായ വിട്ട് കരഞ്ഞില്ലേ? പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വായ വിട്ട് നിലവിളിച്ചു. അത് യേശു നിന്നിട്ടുണ്ട്. വായിച്ചോട്ടെ. അപ്പോൾ യേശു നിന്നു. അപ്പൊ ഇന്ന് എന്തിയാ? വിളിക്കുക കേട്ടോ, കർത്താവ് വിളിക്കുക. പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ വിളിക്കുക. നിങ്ങളുടെ കണ്ണിന് അവിടെ എത്തി, നിങ്ങളുടെ വേദന അവിടെ എത്തി. ഇന്ന് നിന്നെ വിളിക്കുക. എന്തിനാ? നീ നിലവിളിച്ചിട്ട് മറുപടി യേശുവിനുണ്ട്. നീ ദൈവത്തിന്റെ മറുപടി കേൾക്കാൻ വേണ്ടി നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നോട് മറുപടി പെടുന്ന ദിവസമാണ്. ഈ 4:45 സമയത്ത് കർത്താവിന്റെ നിന്നോട് മറുപടി പറയുന്ന സമയമാണ്. വായിച്ചോട്ടെ. അപ്പൊ എന്താ പറയുക? മറുപടി എന്താണ്? ധൈര്യപ്പെടുക. നീ എഴുന്നേൽക്ക. നീ ഒറ്റപ്പെട്ടു പോയെന്നു. നീ ഒറ്റപ്പെട്ടു പോയെന്നു. നീ പ്രയാസപ്പെട്ടിരിക്കുക. എല്ലാവരും നിന്നെ കൈവിട്ടു. നിന്റെ ജീവിതങ്ങൾ നശിച്ചുപോയി. എനിക്കൊരു ജീവിതമില്ല, ഞാൻ ഇവിടെ വെച്ച് തകർന്നു പോകും. ഇനി ഞാൻ പ്രായം ചെന്ന് എന്നെ ആര് നോക്കും? അത് ലാസറിനെ തിന്നതുപോലെ ചില പട്ടികൾ വന്ന് എന്നെ തിന്നുമെന്ന് നീ ചിന്തിക്കുക. അവൻ ചിന്തിച്ചിരിക്കുക. പക്ഷെ ആ ചിന്തയുടെ നടുവിൽ പറയണം, ധൈര്യപ്പെടുക. കർത്താവ് ഇന്ന് പറയുന്ന ഒറ്റ ദൂതങ്ങളാണ്, ധൈര്യപ്പെടുക. ഇതിനെത്ര ചിന്തിച്ചാലും നമുക്കതിൻ്റെ ആഴങ്ങൾ മനസ്സിലായില്ല. കർത്താവ് ധൈര്യപ്പെടുക. നീ പ്രതിസന്ധികൾ കണ്ട്, പ്രതികൂലങ്ങൾ കണ്ട്, ലോകത്തിന്റെ പ്രശ്നങ്ങൾ കണ്ട്, അത് പ്രതികൂലങ്ങൾ കണ്ട് നീ തളർന്നു പോകല്ല വേണ്ടത്. നീ എഴുന്നേറ്റോ. കർത്താവ് നിന്നെ വിളിക്കുക. നീ എഴുന്നേൽക്കണം. നിന്റെ വിടുതലിന്റെ സമയമായി. നിന്റെ കണ്ണിന് മറുപടി വരാൻ സമയമായി. യേശു വിളിക്കുക. നിന്റെ കണ്ണുനിനക്ക് മറുപടി തരാൻ വേണ്ടി. വായ്വിട്ട് നിലവിളിച്ചതിന്റെ വിഷയത്തിന് മറുപടി തരാൻ വേണ്ടി വിളിക്കുക. യേശു
അതിന് വേണ്ടി വിളിക്കുക. വായിച്ചോട്ടെ. ആ, നിന്നെ വിളിക്കുന്നു. അവ വിളിക്കുകയാണ്. കർത്താവ് വിളിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ്? കുരുടനെ വിളിച്ചതുപോലെ നമ്മെ വിളിക്കുക. യേശു വിളിച്ചിരിക്കുക. എന്തിനാണ്? അരികിൽ വരുക, കൃപകൾ താരുക, അരികിൽ വരുക, കൃപകൾ താരുക, എന്റെ സംഗീതവും ഏറ്റവും ഏതോരാവത്തിലും ഏതോ നേരത്തിലും എനിക്ക് മാത്രേ. ഏതോരാവത്തിലും ഏതോ നേരത്തിലും എനിക്ക് പ്രൈസ് ദി ലോർഡ്. അപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്ന കാര്യം എന്താണ്? നിന്നെ വിളിക്കുന്നു. അവൻ പുതപ്പ് എന്ത് ചെയ്തു? ഇട്ട് കളഞ്ഞു. അവന്റെ യേശു വിളിച്ചാൽ ഇനി എനിക്കെന്തിന് ആവശ്യമില്ല? പുതപ്പിന്റെ ആവശ്യമില്ല. ഈ പുതപ്പ് അവനെ അവിടെ അംഗീകരിച്ചിരിക്കുക. ഈ പുതപ്പ് അവന്റെ ഭിക്ഷപാത്രം ഭിക്ഷ കൊടുക്കുന്നതിനെ കാണിക്കുന്നു. ഈ പുതപ്പ് ആണ് അവന്റെ ഭിക്ഷക്കാരനെ അംഗീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇനി യേശു വിളിച്ചപ്പോൾ പറയാം, ഞാൻ ഭിക്ഷക്കാരനല്ല, ഇനി ഭിക്ഷ കൊടുക്കുന്നവനായി മാറാൻ പോവുക. ഞാൻ ഭിക്ഷക്കാരനല്ല, ഞാൻ ഭിക്ഷ കൊടുക്കുന്നവനായി മാറാൻ പോകും. അവൻ വലിച്ച് എനിക്ക് ഇനി ഈ പുതപ്പ് ആവശ്യമില്ല. എന്നാൽ ഈ പാത്രവും പിടിച്ചിട്ട് പോയോ? ഇല്ല, പാത്രം അവിടെ ഇട്ടു. പുതപ്പ് മാത്രമല്ല, പാത്രം ഇട്ടു. ഇനി എനിക്ക് ഭിക്ഷപാത്രത്തിന്റെ ആവശ്യമില്ല. ജനിച്ച നാളുകൾ നീ പിടിക്കുന്ന ചിലത് ഇന്ന് നീ ഉപേക്ഷിക്കാൻ പോവുക. നീ ആശ്രയിക്കുന്ന ചിലത് ഇന്ന് നീ താഴോട്ടിടാൻ പോവുക. നീ പുതപ്പിനെ ആശ്രയിച്ചു, ഭിക്ഷപാത്രം ആശ്രയിച്ചു. പക്ഷെ ഇനി ആവശ്യമില്ല. യേശു നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആമേ, നീ ഭിക്ഷ കൊടുക്കുന്നവനായി മാറാൻ പോകുക. ഭിക്ഷക്കാരനല്ല, ഭിക്ഷ കൊടുക്കുന്നവനായി മാറാൻ പോകുക. ആമേ. ആ, വായിച്ചോട്ടെ. അവൻ ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കലേക്ക് വന്നു. ചോദിക്ക, ചാടി അവൻ എഴുന്നേറ്റു. അതിനർത്ഥം എന്താ? യേശു വിളിച്ചപ്പോ വേണോ വേണ്ടിക്ക് കൊണ്ടാണ് എഴുന്നേറ്റ്? അല്ല, ചാടി. അവൻ സന്തോഷത്തോടുകൂടി അല്ലേ? നമ്മൾ കർത്താവ് വിളിച്ചപ്പോ ചാടി എഴുന്നേറ്റില്ലേ? അവിടെയാണ് വിടുതൽ വരുന്നത്. ചാടി എഴുന്നേറ്റില്ലേ? അതിന് പ്രതിഫലമുണ്ട്. ചാടി എഴുന്നേറ്റു. ചാടി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു ഇച്ഛിക്കുന്നു? അപ്പൊ ഇന്നത്തെ ചോദ്യം എന്താണ്? ഈ മേരാന്റെ പ്രാർത്ഥനയ്ക്കകത്തും ദൈവാത്മാവ് പറയുന്നത് എന്താണ്? ഈ കുടുംബ പ്രാർത്ഥന പറയുന്നിട്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഞാൻ പറഞ്ഞാൽ മതി. നിധിക്കുന്നവരോട് പറയട്ടെ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ചോദ്യമാണ്. ദൈവത്തിനോട് ചോദിക്കുകയാണ്, നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? പറഞ്ഞോ, നിന്റെ ഹൃദയത്തിൽ കൈമാറിക്കും. കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? അവൻ പറഞ്ഞു, വ്യക്തിമായി പറഞ്ഞതിനാണ്, എനിക്ക് കാഴ്ച വേണം. ഞാൻ അന്ധകാരത്തിൽപ്പെട്ട് കിടക്കുക. ജീവിതത്തിൽ ഞാനൊരു വെളിച്ചം കണ്ടിട്ടില്ല. എൻ്റെ അപ്പനെ കണ്ടിട്ടില്ല, എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല, ഞാൻ ആരെയും എൻ്റെ രക്തബന്ധങ്ങളെ കണ്ടിട്ടില്ല. ഉണ്ടെന്നറിയാം, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ആ, വായിച്ചോട്ടെ. യേശു അവനോട് പോകാം. യേശു പറഞ്ഞു, എനിക്ക് എന്തിയാ? അവർ എനിക്ക് കാഴ്ച എന്തിയാ? കാഴ്ച പ്രാപിക്കുന്ന കുരുടൻ അവനോട് പറഞ്ഞപ്പോ നീ ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ എന്തിയാ? നിന്റെ വിശ്വാസം തിരിക്കുന്നു. അപ്പൊ നിന്റെ വിശ്വാസമാണ് നിന്നെ വിടിപ്പിക്കുന്നത്. നിന്റെ പണമല്ല, നിന്റെ കാശല്ല,
നിന്റെ സ്വാധീനമല്ല, ആമേ കഴിവല്ല, നിന്റെ പ്രാപ്തിയല്ല, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുക. നിന്റെ വിശ്വാസമാണ് നിനക്ക് വിടുതൽ. നിന്റെ വിശ്വാസത്തിലൂടെ യേശു പ്രവർത്തിക്കുന്നത്. ഓ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നവർ എന്ന് അവൻ ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, അനുഗമിച്ചു. അവ ഉടനെ അമ്മച്ചെടുത്ത് പ്രാപിക്കാൻ പോവാ. നിന്റെ വിശ്വാസമുണ്ടോ? നാളെയല്ല നീ പ്രാപിക്കാൻ പോകും. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ച പോലെ. ഓ, ഈ പ്രാർത്ഥനയ്ക്കകത്ത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ചില വിടുതൽ സംഭവിക്കാൻ പോകുക. എന്നെ അലട്ടുന്ന ദുഷ്ടന്റെ വ്യാപാര പോരുകൾ, ദേഹിയോട് വെല്ലുവിളിക്കുന്ന, ശരീരത്തോട് വെല്ലുവിളിക്കുന്ന അന്ധകാരത്തിന്റെ പോരുകൾ യേശുവിന്റെ നാമത്തിൽ നാളെയല്ല ഇപ്പോ വിടുതൽ പ്രാപിക്കുക. റിസീവ്. ഓ, വിടുതൽ പ്രാപിക്കുക. കർത്താവിന് വിടുതൽ പ്രാപിച്ചു പോകണം. അസൗഖ്യം പ്രാപിച്ചു പോകണം. പൈശാചിക കെട്ടുകൾ അഴിയട്ടെ, ദുർബോധത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, അന്ധകാരത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ, പൈശാചിക കെട്ടുകൾ അഴിയട്ടെ. യേശുവിൻ നാമത്തിൽ ഒരു വലിയ വിടുതൽ നടക്കട്ടെ. പക്ഷേ ദേഹിയിൽ നടക്കട്ടെ, ആത്മാവിൽ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ നടക്കട്ടെ.